ഹലോ വെൽക്കം ടു സാലി കിച്ചൺ. ഇന്ന് ഞാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഷവർമ കട്ട്ലേറ്റിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. നോമ്പിൻ്റെ സമയത്ത് ചിക്കൻ വെച്ചിട്ട് ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ മുട്ട വെച്ചിട്ടുണ്ടാക്കുന്നതാണ് കാണിക്കുന്നത്. ഇത് അടിപൊളി ടേസ്റ്റാണ്, നല്ല എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടും. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മയോണൈസ് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു അല്ലി വെളുത്തുള്ളി ഒന്ന് കട്ട് ചെയ്തതും പിന്നെ ഒരു മുട്ടയും കൂടി ചേർക്കുന്നുണ്ട്. നമുക്ക് മിക്സി അടച്ച് വെച്ചിട്ട് ആദ്യം നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു നുള്ളു കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുളിക്ക് ആവശ്യത്തിന് വിനെഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഓയിലും ചേർത്ത് കൊടുക്കുന്നുണ്ട്, സൺഫ്ലവർ ഓയിൽ. ഈ ഒരു തിക്നെസ്സിലാണ് മയോണൈസ് റെഡിയാക്കി എടുക്കേണ്ടത്. ഇതിനായിട്ട് ഉണ്ടാക്കുമ്പോൾ ഇത് ടിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാട്ടോ, അതുകൊണ്ട് ഈ ഒരു തിക്നെസ് മതി. നല്ല കുറച്ചും കൂടി ഓയിൽ ഒഴിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി അങ്ങ് നല്ല കട്ടിയൊക്കെ കിട്ടും. അത്രയും കട്ടി നമുക്ക് വേണ്ട. അപ്പോൾ ഇത് ഞാനൊരു ബൗളിലേക്ക് ഒഴിച്ചിട്ട് ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ ഇതിനായിട്ട് 2 ഉരുളക്കിഴങ്ങ് വേവിച്ച് നന്നായിട്ട് ഉടച്ചെടുത്തത് വേണം. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കണം. നമ്മൾ ഷവർമ കട്ട്ലേറ്റിന് വേണ്ടിയിട്ട് ഉള്ളി മസാല വാട്ടൊന്നും അങ്ങനത്തെ ഒന്നുമില്ല. ഇതുപോലെ കുറച്ച് വെജിറ്റബിൾസാണ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു അരക്കപ്പോളം ക്യാബേജ് ഗ്രേറ്റ് ചെയ്തത്, കുറച്ച് മല്ലിയില കട്ട് ചെയ്തത്, പിന്നെ ഒരു ചെറിയ ക്യാപ്സിക്കം കട്ട് ചെയ്തത്, ഒരു ചെറിയ തക്കാളി കട്ട് ചെയ്തതും, പിന്നെ ഒരു ചെറിയ പീസ് ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തതും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പുളിക്ക് ആവശ്യത്തിന് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനൊരു ഹാഫ് ലെമൺ പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിനി ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് മുട്ടയാണ് കേട്ടോ. 2 മുട്ട പുഴുങ്ങിയിട്ട് ഗ്രേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഗ്രേറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ട് ചേർത്താലും മതി. ഞാനിപ്പോൾ പൊടിയായി കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു ഗ്രേറ്റർ വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതിൽ കൂട്ടത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കെച്ചപ്പോ മയോണൈസോ മിക്സ് ചെയ്യുന്ന സമയത്ത് ചേർക്കാം. ഞാൻ മിക്സ് ചെയ്യുന്ന സമയത്ത് ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ 2 മുട്ടയും ഇതുപോലെ തന്നെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കട്ട്ലേറ്റിന് നമ്മൾ എപ്പോഴും ചേർക്കുന്ന പോലെ തന്നെ 2 ടേബിൾ സ്പൂണോളം ബ്രെഡ് ക്രംസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് കൈവച്ചിട്ട് കുഴച്ച് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഞാനൊരു വലിയ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട്ലേറ്റിൻ്റെ ഷേപ്പാക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ കയ്യിൽ കുറച്ച് ഓയിലോ വെള്ളമോ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും തടവിയതിന് ശേഷം ചെറിയൊരു ബോൾ എടുക്കുക. കയ്യിൽ വെച്ചിട്ടൊന്ന് പരത്തിയിട്ട് ഇതുപോലെ കട്ട്ലേറ്റിൻ്റെ ഷേപ്പാക്കി എടുക്കുക. ഇതുപോലെയാണ് എല്ലാം ചെയ്യുന്നത്. സാധാരണ നമ്മൾ ഷേപ്പാക്കി എടുക്കുന്നത് പോലെ തന്നെ. പിന്നെ ഇത് കോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മയോണൈസിലും ബ്രെഡ് ക്രംസിലും ആണ് കോട്ട് ചെയ്തെടുക്കുന്നത്. സാധാരണ നമ്മൾ കട്ട്ലേറ്റ് മുട്ടയിലും ബ്രെഡ് ക്രംസിലാണ് കോട്ട് ചെയ്യാറുള്ളത്. പക്ഷേ ഷവർമ കട്ട്ലേറ്റിന് ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റും സ്മെല്ലും ഒക്കെ ആയിരിക്കും മയോണൈസിൽ ഡിപ്പ് ചെയ്യുമ്പോൾ. പിന്നെ എല്ലാം കൂടി ഒന്നിച്ച് തന്നെ ചേർക്കേണ്ട. ആദ്യം ഒരു 3 എണ്ണറ്റും മയോണൈസിൽ ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കൈ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ പിന്നെ അപ്പുറം ഇപ്പുറം ഒട്ടിപ്പിടിക്കും. 2 ആൾ ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല. ഒരാൾ മയോണൈസിൽ ഡിപ്പ് ചെയ്തിട്ട് ഒരാൾ ബ്രെഡ് ക്രംസ് വെച്ച് കോട്ട് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ നല്ല കംപ്ലീറ്റ് കോട്ട് ചെയ്തെടുക്കുക. കോട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് തന്നെ കട്ട്ലേറ്റിന് നല്ലൊരു ഷേപ്പും ആക്കിയെടുക്കണം. ഇപ്പം ഞാൻ റൗണ്ടായിട്ട് ചെയ്തെടുത്തതിന് പകരം നിങ്ങൾക്ക് കട്ട്ലേറ്റിൻ്റെ മോൾഡ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്താലും മതി. അവസാനം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഒരു ഭാഗം നന്നായിട്ട് റെഡി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മറിച്ചിട്ട് കൊടുക്കുക. പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും ഈ ഒരു കട്ട്ലേറ്റ്. ഇത് ഫ്രൈ ചെയ്യുമ്പോൾ ഞാൻ ആ ചിക്കൻ കട്ട്ലേറ്റിൽ പറഞ്ഞ പോലെ തന്നെ ഒരു അടിപൊളി സ്മെല്ലായിരിക്കും കേട്ടോ, മയോണൈസ് ഡിപ്പ് ചെയ്തെടുക്കുന്നതുകൊണ്ട്. അപ്പം ഇങ്ങനെ തന്നെ എല്ലാം ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ ഇത് മുട്ട ആയതുകൊണ്ട് തന്നെ പൊട്ടിത്തെറിക്കുമോ എന്നൊക്കെ ഡൗട്ട് ഉണ്ടാവും. പൊട്ടിത്തെറിക്കുമൊന്നും ചെയ്യില്ല. നമ്മളത് ബ്രെഡ് ക്രംസൊക്കെ വെച്ചിട്ട് നന്നായിട്ട് കോട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ പൊട്ടിത്തെറിക്കുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഒന്നും അങ്ങ് മറിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ ഭാഗം റെഡി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. എണ്ണ കുടിക്കുന്ന പ്രശ്നമില്ല കേട്ടോ. നല്ല സിമ്പിളായിട്ടുള്ളൊരു കട്ട്ലേറ്റ് ആണ്. ഇത് കഴിക്കുമ്പോൾ ചിക്കൻ ചേർത്തിട്ടില്ല എന്നൊന്നും പറയൂല കേട്ടോ. ഒരു അടിപൊളി വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക്